വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറവൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പറവൂർ നഗരസഭ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതുസംവിധാനം ഏർപ്പെടുത്തുക, ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക, അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതുസംവിധാനം ഏർപ്പെടുത്തുക, വെളിച്ചെണ്ണ, തേങ്ങ, ബിരിയാണി അരി, പച്ചക്കറി തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക, അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക, PCBയുടെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കുക, PCB നിബന്ധനകൾ ലഘൂകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറവൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ ധർണ ഉദ്ഘാടനം ചെയ്തു. 150, 200, 250 അടി വിസ്തീർണമുള്ള ചെറുകിട ഹോട്ടലുകൾ എങ്ങനെയാണ് മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുക? അവരെ സംബന്ധിച്ച് ഒരു പൊതു മാലിന്യ സംവിധാനം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കിയാൽ മാത്രമേ ആ സ്ഥാപനവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പറയപ്പെട്ട ചെറുകിട സ്ഥാപനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. പറവൂർ യൂണിറ്റ് പ്രസിഡന്റ് NM അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. ഒരു ഭീമമായ ഒരു എമൗണ്ട് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടാണെന്ന് ഇവിടുത്തെ മുഴുവൻ ഹോട്ടൽ ഉടമകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വേറെ, ഈ സാമ്പത്തിക നഷ്ടം വേറെ, മറ്റ് മുനിസിപ്പൽ ഓഫീസ്, GST എല്ലാം കൂടെ വേണ്ട ഒരു 10-15ഓളം ലൈസൻസുകളും മറ്റുള്ള. ജില്ലാ സെക്രട്ടറി റഹീം മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് രക്ഷാധികാരി BA അലി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. തികച്ചും സാധാരണക്കാർക്കായി 10,000 സ്ക്വയർ ഫീറ്റിൽ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ വിശാലമായ ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ, ഗുരുതിപാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം, പറയകാട്.